നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയം. നിങ്ങൾ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കുംഭമാസം 12-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 24-ാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച. നാളെ ചൊവ്വാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:45-നും അസ്തമയം വൈകിട്ട് 6:31-നും ആകുന്നു. ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ അഷ്ടമി തിഥിയാകുന്നു. തിഥി അഷ്ടമി വളരെ ദുർബലമാണ്. കറുത്തപക്ഷത്തിലെ അഷ്ടമിയും വളരെ ദുർബലമാണ്. പക്ഷേ അത് വിവാഹത്തിനെങ്കിലും ഉപയോഗിക്കും. ഈ വെളുത്തപക്ഷത്തിലെ അഷ്ടമി ഒരു റിക്ത ഒഴിഞ്ഞ തിഥിയാണ്. സാമ്പത്തികമായി യാതൊരു ബെനിഫിറ്റും തരാത്ത തിഥിയാണെന്നറിയുക. അതുമാത്രമല്ല, നാളത്തെ നക്ഷത്രം ഉച്ചയ്ക്ക് 3 മണിവരെ കാർത്തിക നക്ഷത്രമാണ്. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാചിത്രാച രേവതി ആദാതവ്യം ന ദാതവ്യം തശേഷന്ത് വിനശ്യതി. കൃത്രിക, കാർത്തിക, ഭാഗ്യമെന്നാൽ ഉത്തരം, മൂലം, മകം, ചിത്ര, രേവതി ഈ 6 നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രവുമാണ്. അതിനാൽ സാമ്പത്തികമായ വിഷയത്തിലേക്ക് നാളത്തെ ദിനം നിങ്ങൾ കൈകടത്തരുത്. മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ദുർബലമായ തിഥിയും അപ്രകാരം വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത കാർത്തിക നക്ഷത്രവും. നാളെ 3 മണി കഴിഞ്ഞാൽ പിന്നെ രോഹിണി നക്ഷത്രമാണ്. നക്ഷത്രം രോഹിണി എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണ്. എങ്കിലും 3 മണി കഴിഞ്ഞാൽ പിന്നെ രാഹുകാലമാണ്. പിന്നെ സന്ധ്യയ്ക്ക് ശേഷം 4:30 കഴിഞ്ഞാൽ പിന്നെ എന്ത് മുഹൂർത്തമാണ് ഡോക്ടർ മാരാർജി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകേണ്ടത്? അതിനാൽ നാളെ ഞാൻ മുഹൂർത്തം നൽകില്ല. നാളെ നിങ്ങൾ ചൊവ്വാഴ്ചയാണ്, കാർത്തിക നക്ഷത്രമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തണം. നന്നായി സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യണം. ചൊവ്വാഴ്ചയും കാർത്തികയും സുബ്രഹ്മണ്യന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണെന്ന് അറിയുക. അതിനാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം വാങ്ങുക. ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥനയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഉപകരിക്കും. വൈകിട്ട് രോഹിണി നക്ഷത്രമാണ്. ദേവീക്ഷേത്ര ദർശനമാകാം. രക്തപുഷ്പാഞ്ജലി, കടുംബായസം ഭദ്രകാളി ക്ഷേത്രത്തിൽ വൈകിട്ട് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് വളരെ അനുകൂലമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം സൂര്യനാണ്. അതിനാൽ തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം എന്ന് തുടങ്ങുന്ന ആ 32 ശ്ലോകങ്ങൾ ആദിത്യ ഹൃദയ മന്ത്രം വളരെ പെട്ടെന്ന് പഠിക്കുവാൻ കഴിയും. അനുഷ്ഠുപ്പ് വൃത്തമാണ്. അതോടുകൂടി നിങ്ങൾക്കുണ്ടാകുന്നത് വർദ്ധിത വീര്യം. ചൊവ്വാഴ്ച ജപിച്ച് തുടങ്ങുക. വളരെ അനുകൂലമായി വരും പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.